പിന്നെ അലാ അബ്ദിഹി, ആ തൻ്റെ അടിമയുടെ മേൽ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തു അൽ കിതാബ, വേദഗ്രന്ഥം. അൽ കിതാബ് എന്ന് പറഞ്ഞാൽ അവിടെ ഖുർആനാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളെ മനസ്സിലൊരു സംശയം ഉണ്ടാവും. വിശുദ്ധ ഖുർആനിലെ 114 അധ്യായം, ഈ അധ്യായമാണെങ്കിൽ മക്കിയായ അധ്യായവുമാണ്. ഹിജറക്ക് മുമ്പ് അവതീർണമായ അധ്യായങ്ങളാണ് എന്ത്, മക്കിയായ സൂറത്തുകൾ. വിശുദ്ധ ഖുർആനിലെ തർത്തീബ് അനുസരിച്ചത് 18ാമത്തെ സൂറത്തായിട്ട് എഴുതി കാണുന്നു. എങ്കിൽ എന്താണ് ഇവിടെ ഖുർആൻ പൂർത്തിയായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഇവിടെ അൽ കിതാബാന്ന് പറഞ്ഞത്? അപ്പൊ ഖുർആനോ കിതാബെന്നോ പറയണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായി 30 ജുസുവും വേണമെന്നില്ല. അല്ലാത്ത ഒരായത്തിനെ കുറിച്ചോ ഏതാനും ആയത്തുകളെ കുറിച്ചോ ഏതാനും സൂറത്തുകളെ കുറിച്ചോ ഒക്കെ പ്രയോഗം വിശുദ്ധ ഖുർആനിലും സുന്നത്തിലൊക്കെ എന്ത് വന്നിട്ടുണ്ട്, ഖുർആൻ കിതാബ് എന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രന്ഥം അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്തു. ഇനി ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത എന്താ? വലം യജ്അൽ ലഹു ഇവജ, വലം യജ്അൽ, അവൻ നിശ്ചയിച്ചിട്ടില്ല, ലഹു, ആ ഗ്രന്ഥത്തിന്, ഇവജൻ, യാതൊരു വളവും വക്രതയും. ഇവജ് എന്ന് പറഞ്ഞാൽ വക്രത, വളവ് എന്നൊക്കെയാണ്. ഇഅ്വിജാജ്, വക്രത, വളവ്. ഇവജ് നമുക്ക് കാണാൻ സാധിക്കും, വളവും തിരിവൊക്കെ. അതിനാണ് എന്താ പറയാ, ഇവജ്. മഹ്ശറിലേക്ക് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഇന്നത്തെ ഈ ഭൂമിയൊക്കെ മാറ്റം വരുത്തും എന്ന് പറഞ്ഞിടത്തും ഖുർആൻ പറയുന്നുണ്ട്, അന്ന് ഭൂമിയൊക്കെ നിനക്ക് കാണാൻ പറ്റും, ലാ തറാ ഫിഹാ ഇവജൻ, വളവും തിരിവൊന്നും ഉണ്ടാവില്ല, കുന്നും കുഴിയൊന്നും ഉണ്ടാവില്ല എന്നാണ്. ഒരു പന്തുരുട്ടിയാൽ അങ്ങനെ പോകും, എവിടെയും തടസ്സമില്ലാത്ത നിരക്ക് നിരപ്പായ ഭൂമി എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചതാണ്. അപ്പൊ ഇവജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വളവില്ല. വിശുദ്ധ ഖുർആൻ അള്ളാഹു അവന്റെ നബിക്ക് അവതരിപ്പിച്ചു കൊടുത്തു. ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത, അതിൽ ഒരു ഇവജും ഇല്ല. ഇവജ് എന്ന് പറഞ്ഞാൽ വളവില്ല, എന്തെങ്കിലും ഒരു പോരായ്മ അതിലില്ല. എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ആശയം, അതിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം 100% നേർക്ക് നേരെ കൃത്യമാണ്. ഖയ്യിമൻ, നേരെ ചൊവ്വേയുള്ള ഗ്രന്ഥമാണ്, നേരെ ചൊവ്വേയുള്ള ഗ്രന്ഥമാണ്. ആ ഇവജൻ എന്ന് പറഞ്ഞതിനെ ഒന്നുകൂടി സുവ്യക്തമായി പറയുകയാണ്. പൂർണ്ണമായ അർത്ഥത്തിൽ അതിൻ്റെ ഇസ്തിഖാമത്ത് കൃത്യമായി തന്നെ ഉണ്ട്. അത് മനുഷ്യരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കും. അതിൽ വലിയ കാര്യങ്ങൾ തൊട്ട് ചെറിയ കാര്യങ്ങളിലേക്കുള്ള എല്ലാം അടങ്ങിയിട്ടുണ്ട്. വിശ്വാസ കാര്യങ്ങൾ, അഖീദകൾ പറയുന്നുണ്ട്, വിധിവിലക്കുകൾ, ഹലാല് ഹറാമുകൾ വിശദീകരിക്കുന്നുണ്ട്, അഖ്ലാഖുകൾ പറയുന്നുണ്ട്, സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് പറയുന്നുണ്ട്, കുടുംബജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിലേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, സ്വർഗനരകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, സ്വർഗനരക പ്രവേശനത്തിന് നിമിത്തമാകുന്ന കാര്യങ്ങളേതാണെന്ന് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെന്ത് കാര്യങ്ങളുണ്ടോ എല്ലാം അടങ്ങിയിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇൻ, അൽ കിതാബാകുന്ന ഈ ഗ്രന്ഥത്തിൽ, വിശുദ്ധ ഖുർആനിൽ ഒരു കാര്യവും നാം വിട്ടുപോയിട്ടില്ല, ഒന്നും വീഴ്ച വരുത്തിയിട്ടില്ല. എല്ലാം അതിലുണ്ട്. എല്ലാം അതിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെതായ രൂപത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുവചനങ്ങളിലൂടെയും ഓരോ കാര്യങ്ങളിലും എന്താണ് ഏറ്റവും ചൊവ്വായത്, അതാണ് ഖുർആൻ. ഖയ്യിമൻ ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. കണ്ടോ, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് ഖുർആൻ എന്ത് ചെയ്യുന്നു? വഴി കാണിക്കുന്നു.